സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ കേസ്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചത് വഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ പറ്റിച്ചുവെന്നാണ് കേസ്. എറണാകുളം സൌത്ത് പോലീസാണ് വഞ്ചനാകുറ്റത്തിന് കേസെടുത്തത്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതി നൽകിയത്. നവമി ദിനേശ് ചേർന്നു. നവമി, എന്താണ് വിശദാംശങ്ങൾ? അപർണ, ജനുവരി 23-നായിരുന്നു സേക്രഡ് ഹാർട്ട് കോളേജിൽ ഉയരെ എന്ന പേരിൽ ഷാൻ റഹ്മാൻ ഒരു ഷോ സംഘടിപ്പിച്ചത്. ആ ഷോ പൂർണ്ണമായും പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജിനായിരുന്നു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഈ നിജു രാജിൽ നിന്നും 38 ലക്ഷം രൂപയാണ് നഷ്ടമായത്. അതായത് ഷാൻ റഹ്മാൻ പറഞ്ഞത് ഈ ഷോ അവസാനിച്ചതിന് ശേഷം ടിക്കറ്റ് നിരക്കും ബാക്കി ബുക്ക് മൈ ഷോയിലൂടെയൊക്കെ ലഭിക്കുന്ന തുകയിൽ എത്ര രൂപയാണോ നിജുവിന് നഷ്ടമായത്, അല്ലെങ്കിൽ നിജു ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എത്ര രൂപയാണോ മുടക്കിയത് അത് തിരികെ നൽകുമെന്നായിരുന്നു കരാറ്. പക്ഷെ 38 ലക്ഷം രൂപ ആയിരുന്നു നിജുവിന് ഈ പരിപാടിയുടെ ഭാഗമായി കയ്യിൽ നിന്നായത്. പക്ഷെ ഇത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഷാൻ റഹ്മാൻ ഭീഷണിപ്പെടുത്തി പണം തിരികെ നൽകില്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് അസഭ്യം പറയുകയും അത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നിജു പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിജു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. കാരണം ഭാര്യയും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. ഭാര്യയുടെയും ഷാൻ റഹ്മാന്റെയും പേരിലാണ് ഇപ്പോൾ സൌത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഷാൻ റഹ്മാന് കോടതി മുൻകൂർ ജാമ്യം നൽകി. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും ഷാൻ റഹ്മാനോട് സൌത്ത് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാൻ റഹ്മാൻ ഈ സ്റ്റേഷനിലെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെയാണ് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. അതിനിടയിൽ ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ, അല്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഷാൻ റഹ്മാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടെ മറ്റൊരു കേസ് കൂടി ഷാൻ റഹ്മാനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തി, അതായത് ഈ സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ഉയരെ എന്ന പരിപാടിയിൽ തന്നെയാണ്. അവിടെ നിരോധിത മേഖലയായിരുന്നു. ആ ഇടത്ത് ഡ്രോൺ പറത്തി ഒപ്പം ഗതാഗത തടസ്സമുണ്ടാക്കി എന്നീ വകുപ്പുകൾ ചുമത്തിയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളാണ് ഷാൻ റഹ്മാനെതിരെ ഇപ്പോൾ സൌത്ത് സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ നൽകി.